ഒരു സ്ത്രീ കാറിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കൈകൾക്ക് വസ്തുക്കളിലൂടെ കടന്നുപോകാൻ കഴിയുമെന്ന് അവൾ കണ്ടെത്തി. തുടർന്ന് അവൾ കാറിനുള്ളിൽ നേരിട്ടിരുന്നു. അവൾ തന്റെ ശക്തികളെക്കുറിച്ച് കൂട്ടുകാരുമായി പങ്കുവച്ചെങ്കിലും അവർക്ക് അവളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ താമസിയാതെ സ്ത്രീയുടെ വീട്ടിലെത്തി. അവർ അവളെ പൂർണ്ണമായും അവഗണിക്കുകയും അവളുടെ സാധനങ്ങൾക്കിടയിൽ തിരയുകയും ചെയ്തു. ഒരു പുരുഷൻ അവളുടെ ശരീരത്തിലൂടെ നേരെ നടന്നകലും വരെ. അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നീട് അവരുടെ സംഭാഷണത്തിൽ നിന്ന് താൻ ഇതിനകം കൊല്ലപ്പെട്ടുവെന്ന് അവൾ മനസ്സിലാക്കി. സ്ത്രീക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൾ സത്യം കണ്ടെത്താൻ തീരുമാനിച്ചു. അവൾ ആ രണ്ടുപേരെയും പിന്തുടർന്ന് കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തി. അവൾ അടുത്തെത്തിയപ്പോൾ ഭയന്നുപോയിരുന്നു. ഒരു വലിയ മരത്തിനടിയിൽ ഒരു മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നു. അത് അവളെപ്പോലെ തന്നെയുണ്ടായിരുന്നു. അതിന്റെ കയ്യിൽ അക്കങ്ങൾ എഴുതിയിരുന്നു, പക്ഷേ അവയുടെ അർത്ഥം ആർക്കും മനസ്സിലായില്ല. ഇപ്പോൾ സ്ത്രീ താൻ മരിച്ചുവെന്ന് പൂർണ്ണമായും വിശ്വസിച്ചു. അവൾ വീട്ടിലേക്ക് മടങ്ങി എല്ലാ സൂചനകളും ഒരുമിച്ച് ചേർത്തു. പക്ഷേ കൊലയാളി ആരാണെന്ന് അവൾക്ക് ഇപ്പോഴും അറിയില്ലായിരുന്നു. അതിനാൽ അവൾ പോലീസ് സ്റ്റേഷനിൽ പോയി സൂചനകൾക്കായി രഹസ്യമായി ആർക്കൈവ് റൂമിൽ പ്രവേശിച്ചു. പെട്ടെന്ന് 2 ഉദ്യോഗസ്ഥർ അകത്തേക്ക് വന്നു. സ്ത്രീ ഉടൻ തന്നെ നിശ്ചലയായി. ഭാഗ്യവശാൽ അവർ ഒന്നും ശ്രദ്ധിച്ചില്ല. ഫയലുകൾ പുറത്തുവച്ചിരിക്കുകയാണെന്ന് അവർ കരുതി. ഒരു വനിതാ ഡിറ്റക്റ്റീവ് മാത്രമാണ് അവളുടെ കേസിനെക്കുറിച്ച് ശ്രദ്ധിച്ചത്. അവൾ സംഭവസ്ഥലത്തു നിന്നുള്ള തെളിവുകൾ പരിശോധിക്കുകയായിരുന്നു. പെട്ടെന്ന് സ്ത്രീ ശ്രദ്ധിച്ചു. കൂട്ടുകാരികളോടൊപ്പമുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ കൊലപാതക ആയുധം വ്യക്തമായി കാണപ്പെട്ടു. അതിനാൽ അവൾ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി കോപത്തോടെ അവളെ ചോദ്യം ചെയ്തു. പക്ഷേ അവൾ ഒരു പ്രേതമായതുകൊണ്ട് കൂട്ടുകാരിക്ക് അവളെ കേൾക്കാൻ കഴിഞ്ഞില്ല. സ്ത്രീക്ക് ഒരു കപ്പ് നിലത്തിട്ട് ഉടയ്ക്കാനും വീണ്ടും കപ്പ് ഉടച്ച് ദേഷ്യം തീർക്കാനും മാത്രമേ കഴിഞ്ഞുള്ളൂ. തനിക്ക് മതിഭ്രമമാണെന്ന് കൂട്ടുകാരി കരുതി. പിന്നീട് ശബ്ദം കേട്ട് അവളുടെ സഹോദരൻ താഴേക്ക് വന്നു. സ്ത്രീയുടെ മരണത്തിൽ തനിക്ക് ഹൃദയം തകർന്നുപോയെന്ന് കൂട്ടുകാരി പറഞ്ഞു. കാരണം അവർ 8 വർഷമായി സുഹൃത്തുക്കളായിരുന്നു. അവളെ ഇങ്ങനെ കണ്ടപ്പോൾ സ്ത്രീക്ക് കൂട്ടുകാരിയെ സംശയമില്ലാതായി. എന്നാൽ അപ്പോഴാണ് സഹോദരൻ തനിക്ക് സ്ത്രീകളെ വെറുപ്പാണെന്ന് പറഞ്ഞത്. സ്ത്രീക്ക് അല്പം ആശ്ചര്യമുണ്ടായി. അതിനാൽ അവൾ ആകാംക്ഷയോടെ സഹോദരന്റെ മുറിയിൽ പ്രവേശിച്ചു. അവിടെ അയാൾ അക്രമാസക്തമായ വീഡിയോ ഗെയിമുകൾ കളിക്കുന്നത് കണ്ടെത്തി. സ്ത്രീ ഞെട്ടിപ്പോയിരുന്നു. അവൻ കുറ്റകൃത്യ ഫോറങ്ങൾ ബ്രൗസ് ചെയ്യുന്നുണ്ടായിരുന്നെന്നും അവൾ കണ്ടെത്തി. അതിനാൽ അവൾക്കുടൻ തന്നെ സത്യം മനസ്സിലായി. യഥാർത്ഥ കൊലയാളി അവനാണെന്ന്. അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിലെ മേശപ്പുറത്ത് ഒരു പാക്കേജ് പ്രത്യക്ഷപ്പെട്ടു. അത് സ്ത്രീ കൊണ്ടുവന്ന എല്ലാ തെളിവുകളുമായിരുന്നു. വനിതാ ഉദ്യോഗസ്ഥ തന്റെ കയ്യുറകൾ ധരിച്ച് ഓരോ സാധനങ്ങളും പുറത്തെടുത്തു. ഗെയിം കൺട്രോളിലെ നമ്പർ മൃതദേഹത്തിലെ നമ്പറുമായി യോജിക്കുന്നത് കണ്ടപ്പോൾ വനിതാ ഡിറ്റക്റ്റീവിനും കൊലയാളി ആരാണെന്ന് മനസ്സിലായി. അങ്ങനെ സ്ത്രീയുടെ അവസാന ആഗ്രഹം സഫലമായി. അവൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നീട് അവളുടെ ശരീരം സാവധാനം പ്രകാശമായി മാറി വായുവിൽ അപ്രത്യക്ഷമായി.